നമ്മളുടെ ജീവിതത്തിൽ എന്നും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. ഇന്നത്തെ പോലെ അല്ല നാളെ നമുക്ക് എന്തായാലും ഒരു വിജയം, ഒരു തോൽവിക്ക് ഒരു വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? ഞാനും സുഖമായിരിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള ചവിട്ടികൾ കഴുകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കത് വാഷിംഗ് മെഷീനൊന്നും ഇടാൻ പറ്റില്ല. അതിന് പറ്റിയ ഒരു നല്ല അടിപൊളി ടിപ്സ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ചെടി എല്ലാവർക്കും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ കുറ്റിയായിട്ടുള്ള കൊടിമരം എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരാണല്ലോ ഇതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു കുരുമുളക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. 2 വർഷമായിട്ടുള്ള ഒരു ചെടിയാണിത്. ഇത് നമുക്ക് പൊങ്ങിയൊന്നും പോവില്ല. നമുക്ക് ചട്ടിയിൽ തന്നെ ഇത് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നേഴ്സറികളിലൊക്കെ കിട്ടും. നമ്മൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിലും നമുക്കിത് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. ഈ ഇല കൊണ്ട് നല്ലൊരു കിടിലനായിട്ടുള്ളൊരു ടിപ്പ് കാണിച്ചു തരുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. നമ്മൾ മീൻ പൊരിക്കുമ്പോൾ നമ്മൾ എന്നും എപ്പോഴും ഒരു ചട്ടിയിൽ തന്നെ പൊരിക്കുള്ളൂ ഇല്ലേ? നമ്മൾ വേറൊരു പാത്രം ഉപയോഗിക്കില്ല. അപ്പോൾ ഈ ഒരു മീൻ പൊരിക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ലേ? അത് മാറാനായിട്ട് നമ്മൾ ഇതുപോലെ മേളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. എയറിലുണ്ടാവുന്ന ബാഡ് സ്മെല്ല് കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു എണ്ണ നമ്മൾ സിങ്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആകാനായിട്ട്, അത് കാലക്രമേണ അതിങ്ങനെ പോയി നമ്മളുടെ ടാങ്ക് പെട്ടെന്ന് നിറയാനായിട്ട്, ടാങ്ക് ആണല്ലോ നമ്മളിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സിങ്കിൻ്റെ ആ ഒരു എന്താ പറയുക ബ്ലോക്ക് വരുവാനായിട്ടൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പുറത്ത് കളയുക, അല്ലെങ്കിൽ ഇതുപോലെ നമ്മളൊരു ഫോയിൽ പേപ്പർ എടുക്കുക. കളയാൻ വെച്ചേക്കുന്ന ഫോയിൽ പേപ്പർ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് വേസ്റ്റിൽ കളഞ്ഞാൽ മതി കേട്ടോ. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേസ്റ്റിലിട്ടാലും അത് കട്ടയായിട്ട് ഇരുന്നോളും. അല്ലെങ്കിൽ നിങ്ങൾ മുറ്റമുണ്ടെങ്കിൽ മുറ്റത്ത് കളയാവുള്ളൂ. ഒരിക്കലും ഈ ഒരു സിങ്കിലേക്ക് നിങ്ങൾ എണ്ണ ഒഴിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു പാത്രം കഴുകിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. നമ്മളിപ്പോൾ സ്പോഞ്ച് കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ അതിൽ മൊത്തം എണ്ണയാകാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ പേപ്പർ കട്ട് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഇതുപോലെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കാം. അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ഈ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ പൊതിയുന്ന പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. എണ്ണമയം വളരെ കുറവായിരിക്കും. സിങ്കും എന്താണ് പറയുക അഴുക്കാവില്ല. അതുപോലെ പാത്രവും നമുക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മൾ പെട്ടെന്ന് കൂട്ടി ആ സിങ്കിലേക്ക് കൊട്ടിയൊന്നും കളയരുത്. വളരെ അധികം ദോഷം അത് നൽകും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ മീൻ എന്നും പൊരിക്കുമ്പോൾ നമുക്കൊരു ബാഡ് സ്മെല്ലായിരിക്കും ഈ ഒരു പാത്രം. അപ്പോൾ അതില്ലാതിരിക്കുവാനായിട്ട് ഈ കൊടിമരത്തിൻ്റെ ഇല അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഇല, അത് കുരുമുളക് ആ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ പിച്ചി ഇട്ടതിന് ശേഷം ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു എണ്ണ കിടക്കുന്ന ആ ഒരു ഭാഗത്തിനേക്കാളും മേളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വെട്ടിത്തിളപ്പിക്കുക കേട്ടോ. 2 മിനിറ്റ് വെട്ടിത്തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറാൻ വേണ്ടി അത് വെക്കുക. അതിനുശേഷം നിങ്ങളിത് കളയുക. ആ ഒരു പാത്രത്തിൻ്റെ ബാഡ് സ്മെല്ലേ പോയി കിട്ടും കേട്ടോ. പിന്നെ നമുക്കതൊരു ഫ്രഷായിട്ട് ആ പാത്രം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്മെല്ല് എപ്പോഴും ഉണ്ടാകുമ്പോൾ ആ പാത്രത്തിന് വല്ലാത്തൊരു മണം തോന്നാറുണ്ട് മീൻ പൊരിക്കുന്ന പാത്രങ്ങൾക്ക്. അപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ ഒരു കറുത്ത പാട്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറുത്ത പാട് വരാതിരിക്കാൻ നമ്മൾ നമ്മളുടെ നാരങ്ങയുടെ തൊലി നമ്മൾ ഇതുവരെ ഇപ്പോൾ കളയാറില്ലല്ലോ. ഫ്രിഡ്ജിൻ്റെ ബാഡ് സ്മെല്ല് പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ആ ഒരു നാരങ്ങയുടെ കഷ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉണങ്ങിയ നാരങ്ങയാണെങ്കിലും ചീത്തായ നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല, നാരങ്ങയുടെ തൊലിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലുണ്ടാകുന്ന പ്രശ്നമാണ് വെള്ളം തീരുന്നത് അറിയില്ല, അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ വെള്ളം തീരുമ്പോൾ ആ സ്പൂണ് എന്താണ് പറയുക ഒരു ശബ്ദം ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വെള്ളം തീരാനായി, വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പൊക്കി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടല്ലോ, ആ ഒരു ആവശ്യം ഉണ്ടാവില്ല. വെള്ളം തീരാനാവുമ്പം ആ ഒരു സ്പൂൺ
സ്പൂൺ വളരെയധികം ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വെള്ളം തീർന്നിട്ടുണ്ടെന്ന്. അടുത്തതായിട്ട് നമ്മളുടെ ചവിട്ടി നമുക്ക് വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നല്ല തുണികൾ കഴുകുന്ന സ്ഥലങ്ങളാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ. പിന്നെ അതുപോലെ കല്ലിലിട്ട് അലക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ലേ. എന്തോരം നമ്മളിട്ട് ഉരക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യണം. അതൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ. വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ അധികം ബുദ്ധിമുട്ടോ യാതൊന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ ചവിട്ടി കണ്ടില്ലേ, ഈ സൈഡ് കാണുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് ഈ ഒരു ചവിട്ടിന്ന്. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു കിടിലനായിട്ടുള്ള ടിപ്പാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക കേട്ടോ. ആദ്യമായി നമ്മളൊരു ബക്കറ്റിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നമ്മളുടെ ചവിട്ടിയിലുള്ള അഴുക്കുകൾ കുതിർന്ന് വരാനായിട്ട് സഹായിക്കും കേട്ടോ. നല്ല രീതിയിൽ അത് ഇളക്കി എടുക്കാനും കറകളൊക്കെ പോകാനും ഒക്കെ സഹായിക്കും. അതിനുശേഷം നമ്മൾ ഒരു കുറച്ച് പേസ്റ്റ് എടുക്കുന്നുണ്ട്. 2 ചവിട്ടിക്ക് ഇത്രയും പേസ്റ്റാണ് എടുത്തേക്കുന്നത്. കോൾഗേറ്റ് ആണ് എടുത്തേക്കുന്നത്. വൈറ്റ് ആയിട്ടുള്ള പേസ്റ്റ് തന്നെ എടുക്കുന്നത് നല്ലത്. ഇത് നമ്മളുടെ ചവിട്ടിയിലുള്ള കറയും ബാഡ് സ്മെല്ലും ഒക്കെ പോകാനായിട്ട് നല്ല കളർ വെക്കാനായിട്ട് ഈ ഒരു പേസ്റ്റിൻ്റെ മിശ്രിതം നമ്മളെ സഹായിക്കും കേട്ടോ. പേസ്റ്റ് നല്ലതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മിക്സ് ആയില്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചവിട്ടിയിട്ട് ഇതുപോലെ ഒരു കോല്, നമ്മളുടെ വൈപ്പറിൻ്റെയൊക്കെ കോലുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് തടി കഷ്ണം എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്പൂണോ നിങ്ങൾക്ക് പറ്റുന്ന എന്താണോ അതുകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ എല്ലായിടത്തും ഈവൻ ആയിട്ട് ഇതെല്ലാം പിടിക്കാനായിട്ട് നല്ലതുപോലെ കുത്തി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മളുടെ പെപ്സിയുടെയും കോളയുടെയും ഒക്കെ കുപ്പി ഉണ്ടാവുമല്ലോ, അത് കഷ്ണിച്ചൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ ആ ഒരു മൂടിയുടെ ഭാഗം ഇത്രയും മുറിച്ചെടുത്തതിന് ശേഷം 4 തുള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കല. ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. ബോട്ടിൽ ഞാൻ ഓൾറെഡി ഇത് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ വൈപ്പറിൻ്റെ കോലെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ബോട്ടിലിൻ്റെ അളവിന് ഒരു സെലോ ടാപ്പ് എന്തെങ്കിലും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് എന്താണ് പറയുക, ചവിട്ടി തൊടേണ്ട ആവശ്യമേ വരുന്നില്ല. ഇതുപോലെ കുപ്പിയിൽ 4 ഓട്ട ഇട്ട് കൊടുക്കണം. അതുപോലെ ഇതുപോലെ കഷ്ണിച്ചു എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ അരമണിക്കൂർ കുതിർത്താൻ വെച്ച നമ്മളുടെ ചവിട്ടിയിൽ, അരമണിക്കൂറിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരുന്നോട്ടെ, യാതൊരു കുഴപ്പമില്ല. ടൈമിനനുസരിച്ച് നിങ്ങളിത് കുതിർത്താൻ വെക്കുക കേട്ടോ. അതിനുശേഷം ഒരു കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ അതിൻ്റെ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത്. അത് ചവിട്ടി താഴെ കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ. വലിയ ഇത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ പുറത്തൊക്കെ ഇരുന്ന് ആരോടെങ്കിലൊക്കെ വർത്താനം പറയുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിനായിട്ടൊരു ടൈമൊന്നും കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു ഓട്ട എന്ന് പറയുമ്പോൾ ആ ഓട്ടയിലേക്ക് ഫോഴ്സ് ചെന്നിട്ട് നമ്മളുടെ ചവിട്ടിയിൽ ഉണ്ടാവുന്നു. ഇപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇടുമ്പോൾ ഉള്ള ഒരു എഫക്റ്റില്ലേ, ആ ഒരു എഫക്റ്റ് കണ്ടില്ലേ, നമ്മളിങ്ങനെ ചെയ്യും തോറും അതിലുള്ള അഴുക്കുകൾ ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ല രീതിയിൽ അഴുക്ക് പോയി കിട്ടാനായിട്ട് ഈ ഒരു ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം അത് സാധിക്കും കേട്ടോ. ഒരു 5-10 മിനിറ്റ് നിങ്ങളിത്, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും മതി. കുട്ടികൾ ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ, അവരോട് പറഞ്ഞാൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം വെറുതെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതൊന്ന് കഴുകി, ഞാനിത് പുറത്തിട്ടാണ് കഴുകാറ്. അപ്പോൾ എനിക്ക് ക്യാമറ കൊണ്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സിങ്കിലിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പുറത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം വിരിച്ചിടുക കേട്ടോ. വേറെ ഒന്നുമില്ല, കല്ലിലിട്ടൊന്നും കഴുകേണ്ട യാതൊരു ആവശ്യമില്ല. വാഷിംഗ് മെഷീനിൽ ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ 2-3 വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 10 വർഷം മുമ്പുള്ള ഒരു ചവിട്ടിയാണ്. ഞാൻ എന്നും ഇതുപോലെയാണ് കഴുകുന്നത്. നമ്മൾ വാഷിംഗ് മെഷീനിൽ ഒന്നും ഒരിക്കലും ചവിട്ടി ഇടരുത്. അതുപോലെ കല്ലിൽ കഴുകിയെടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലോ, ഒരച്ചും അടിച്ചൊക്കെ കഴുകണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ടിപ്സുകളാണ് പറഞ്ഞത്.
അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ചെയ്തു നോക്കി കമൻറ്റ് വഴി അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.